മാഷെ, നമ്മുടെ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ധർമ്മധ്വജം ഉയർത്തുകയുണ്ടായി. പക്ഷേ അങ്ങനെ ധർമ്മധ്വജം ഇന്ത്യ ഉയർത്തിയത് പാകിസ്ഥാന് വല്ലാതെ ചൊറിച്ചിലുണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ദീർഘമായ ഒരു പ്രസ്താവന തന്നെ ഇറക്കിയിട്ടുണ്ട്, അച്ചടിച്ച് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവർ പറയുന്നത് ഇന്ത്യക്ക് ഇസ്ലാമോഫോബിയ ബാധിച്ചിരിക്കുന്നു, ഇത് പൈതൃക മലിനീകരണം, ഹെറിറ്റേജ് ഡെസക്രേഷൻ ആണ് എന്നാണ്. അപ്പോൾ 1992 ഡിസംബർ 6 ഇന്ത്യ ഇവിടെ ഒരു മതധ്വംസനം നടത്തി. ഭരണകൂടവും കോടതികളും ഒക്കെ അതിൻ്റെ കൂടെ നിന്നു. ന്യൂനപക്ഷത്തോട് വിവേചനം കാണിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ന്യൂനപക്ഷങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടാണ് ഈ കൊടി ഇപ്പോൾ ധർമ്മധ്വജം ഉയർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ലോകം ഇടപെടണം, ഐക്യരാഷ്ട്രസഭ ഇടപെടണം. അപ്പോൾ നമ്മളുടെ MEA, അതായത് വിദേശകാര്യ മന്ത്രാലയം, അതിൻ്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു പാകിസ്ഥാന് ധാർമ്മിക നിലവാരം പറയാനൊന്നും ഒരു അവകാശമില്ല, അവർക്ക് ധാർമ്മിക നിലവാരമില്ല, മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള ധാർമ്മികത പാകിസ്ഥാന് എന്തായാലും ഇല്ല. അവിടെ നടക്കുന്ന ഏകാധിപത്യമാണ്. അവിടെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു. ന്യൂനപക്ഷ ധ്വംസനങ്ങൾ ധാരാളം നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മളെ ഉപദേശിക്കാൻ വരുന്നത്. അത് നമ്മൾ ഇന്ത്യ അവജ്ഞയോടെ തള്ളുന്നു. ഈ കാപട്യം മാറ്റിവെച്ച് ഉള്ളിലേക്ക് തന്നെ പാകിസ്ഥാൻ നോക്കുന്നതായിരിക്കും നല്ലത്. മാഷ് തന്നെ എങ്ങനെ കാണുന്നു ഈ ചൊറിച്ചില്? അതിൽ യാതൊരു തർക്കമില്ല. എന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻ പിന്നെയും പിന്നെയും നാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന് അർത്ഥമുള്ളൂ. കാരണം അവർ ഏത് കാര്യത്തിലാണ് അവർക്ക് ലോകത്തോട് സംസാരിക്കാനുള്ള അർഹതയുള്ളത് എന്നാലോചിച്ച് നോക്കും. പ്രത്യേകിച്ച് ഇന്ത്യയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ നമ്മൾ അതിൻ്റെ അഭിഷേകം ജനുവരിയിൽ നടത്തിയതാണ്. ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ കോടതി വിധിച്ചിട്ട് അവിടെ ക്ഷേത്രം പണിതുയർത്തിയതാണ്. നമുക്ക് കോടതിയൊക്കെ വളരെ പ്രധാനമാണ്. കാരണം പാകിസ്ഥാനിൽ ഇപ്പോൾ മുനീറിന് വേണ്ടിയിട്ടേ ഈ സുപ്രീം കോടതിയുടെ മുകളിൽ വേറൊരു ഭരണഘടനാ കോടതി സ്ഥാപിക്കുകയും ഭരണഘടനയെ പറ്റി സുപ്രീം കോടതി വർത്താനം പറയാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിട്ട് കൊള്ളാവുന്ന 2 ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ നിന്ന് മുതിർന്ന ജഡ്ജിമാർ രാജിവെച്ച് പോയിട്ടുണ്ട്. എന്നിട്ടാണ് ജുഡീഷ്യറിയെ പറ്റി വലിയ വർത്താനം വലിയ പാകിസ്ഥാൻ പറയുന്നത്. അപ്പം നമ്മൾ അവിടെ അഭിഷേകം നടന്നു. ഇപ്പോൾ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ കൊടി ഉയർത്തിയത്. ഇതിൽ മുസ്ലിം ധ്വംസനം എന്താ ഉള്ളത്? ഒരു തർക്കമില്ല. ഇതെന്താണ് സാർ, ഒന്നാമത് പാകിസ്ഥാൻ ഇത് പറയാനേ പറ്റുള്ളൂ. കാരണം പാകിസ്ഥാൻ ഒരു രാജ്യമായിട്ടില്ല ഇതുവരെ. മതത്തിന്റെ പേരിൽ രാജ്യം ചോദിച്ചു വാങ്ങിയിട്ട് അവിടെ രാജ്യം ഒരാൾക്കൂട്ടം പോലും ആയിട്ടില്ല. രാജ്യമായില്ല, മതവുമില്ല. പാകിസ്ഥാൻ എന്ന വാക്ക് അതിൻ്റെ നിർമ്മാണ കാലത്ത് നമ്മളിങ്ങനെ ഇന്ത്യ മുഴുവൻ ഇളക്കി മറിക്കാനും ഇന്ത്യയെ വെട്ടിമുറിക്കാനും ഇന്ത്യൻ മനസ്സുകളിൽ മുറിവേൽപ്പിക്കാനും ഇവിടെ അഭയാർത്ഥികളുടെ പ്രവാഹം ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിച്ചു എന്നല്ലാതെ പാകിസ്ഥാൻ രൂപം കൊണ്ടതിന് ശേഷം എവിടെ പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം ഉണ്ടോ പാകിസ്ഥാനകത്ത്? അവിടെ വേറെ ഒരുപാട് സ്ഥാനുകളുണ്ട്. ബലൂചിസ്ഥാനുണ്ട്, പഷ്തൂണിസ്ഥാനുണ്ട്, സിന്ധിസ്ഥാനുണ്ട്, പഞ്ചാബിസ്ഥാനുണ്ട്, കാശ്മീരിസ്ഥാനുണ്ട്. അവിടെ പാകിസ്ഥാൻ മാത്രമില്ല. അതിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. പാകിസ്ഥാൻ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ജനാധിപത്യ രാജ്യമാണ് എന്ന് അവർ പറഞ്ഞു ആദ്യകാലത്ത്. പിന്നീട് അത് ഇസ്ലാമിക രാജ്യമായി. പോട്ടെ. ഇനി എന്നാൽ ഹിന്ദു മതത്തിൽ ജാതക വിശ്വാസികൾ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉജ്ജയിനിയിലെ പണ്ഡിതന്മാരെ ഒക്കെ വെച്ചിട്ട് അന്ന് ഇത് നന്നായിട്ട് നോക്കിയിരുന്നു. മുഹൂർത്തം. അപ്പൊ 14-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ കൽക്കട്ട എന്നൊക്കെയുള്ള വലിയ ജ്യോതിഷികളൊക്കെ ഇടപെട്ടിട്ട് നശിച്ച് ആപ്പീസ് പൂട്ടിപ്പോകും എന്നുള്ളത് പറഞ്ഞിരുന്നു. 14-ാം തീയതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. മൗണ്ട് ബാറ്റനെയും ഒക്കെ കത്തെഴുതിയ ജ്യോതിഷികളും ഒക്കെ ഉണ്ട്. ഈ പരിപാടി പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷികളൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് ഈ ഓഗസ്റ്റ് 14 പാതിര 15ലേക്ക് തുറക്കുമ്പോഴുള്ള അഭിജിത്ത് മുഹൂർത്തം അപ്പോൾ നമ്മൾ തീരുമാനിച്ചു രാവിലെ നശിക്കാൻ വേണ്ടിയിട്ട് മൗണ്ട് ബാറ്റൻ പാകിസ്ഥാനിലേക്ക്
14 നശിച്ചിരിക്കുന്നുള്ളത് ശരി. ജാതകത്തിൽ എന്തായാലും ജാതകത്തിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് പോലും പാകിസ്ഥാന്റെ ജാതകം ശരിയായിരുന്നു എന്ന് മനസ്സിലാവും. കൃത്യമാണത്. അപ്പൊ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ, ഈ പറഞ്ഞതിൽ എന്ത് മണ്ടത്തരമാണ്. മണ്ടത്തരം ഇപ്പോ പാകിസ്ഥാൻ സ്വയം പരിശോധിച്ചാൽ മതി. അവരൊരു രാജ്യമായി തീർന്നിട്ടുണ്ടോ? ആ രാജ്യത്തിന് സുസ്ഥിരമായൊരു ഭരണകൂടം ഉണ്ടായിട്ടുണ്ടോ? എത്ര പട്ടാള അട്ടിമറി നടന്നു? ഏതെങ്കിലും കോടതി വിധികൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പരസ്പരം കൊല്ലുക, ഭരണകൂടത്തെ സ്വന്തം രാഷ്ട്രത്തലവന്മാരെ ആട്ടി ഓടിക്കുക, എന്നിട്ട് അന്യരാജ്യങ്ങളിൽ നിന്ന് എക്സൈലിൽ താമസിക്കേണ്ടി വരിക, ഇത് ഗതികെട്ട നാടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ചിത്രം എന്താ? അപ്പോൾ ഈ അയോധ്യയിൽ ഇപ്പോൾ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായി, ഒരു കൊല്ലം ഏതാണ്ട് അതിൻ്റെ പണി പൂർത്തിയായതിൻ്റെ ഒരു ഡിക്ലറേഷനാണ്. ഒരു കൊടി ഉയർത്തി 22 അടി നീളവും 11 അടി വീതിയുമുള്ള ഒരു ത്രികോണാകൃതിയിലുള്ള കൊടി. അതിനകത്ത് തീർച്ചയായിട്ടും അതിനകത്ത് സൂര്യവംശത്തിൻ്റെ സൂര്യഭഗവാന്റെ ചിത്രമുണ്ട്, അതിനകത്ത് ഓം എന്നുണ്ട്. ഇന്ത്യയുടെ തന്നെ പുരാതനമായൊരു അധികാര വൃക്ഷത്തിൻ്റെ മനോഹരമായൊരു വൃക്ഷത്തിൻ്റെ കോവിധാരം എന്ന ക്ഷേത്രം. അപ്പൊ ഒരു കൊടി ഉയർത്തുന്നു മാത്രമല്ല 108 പാരിജാതവും ചുവന്ന മന്ദാരവും ചേർത്ത് ഉണ്ടാക്കിയ ഒരു മരമാണത് കോവിധാരം എന്ന് പറയും. അതെ അതെ കോവിധാരമാണ്. കോവിധാരം അത് ഈയിടെയൊക്കെ കണ്ടെത്തിയതാണ്. അത് ഭരതന്റെ കൊടിക്കൂറയിലെ ചിഹ്നമായിരുന്നു, ശ്രീരാമന്റെ സഹോദരൻ. അപ്പൊ ഇവരുടെ കൊടിക്കൂറയിലെ ചിഹ്നമാണ് ഈ കോവിധാരം എന്ന് പറയുന്നത്. അപ്പൊ ആ കാലത്ത് തന്നെ നമ്മൾ പലതും നമുക്ക് വിമാനം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ഹൈബ്രിഡ് ചെടികൾ ഉണ്ടാക്കുന്ന വിദ്യയും അന്നേ ഉണ്ടായിരുന്നു. പാരിജാതവും മന്ദാരവും ചേർത്ത് ഉണ്ടാക്കിയതാണ് കോവിധാരം. അത് ശരി. ഓക്കെ. എന്തായാലും അവിടെ 108 സന്യാസിമാരുണ്ട്. ഇന്ത്യയിലെ എല്ലാ പ്രമുഖരും ചെന്ന് പതാക ഉയർത്തി. ഇവർക്ക് രസിക്കാത്തത്, ഇത് മനസ്സിലാക്കാൻ പറ്റണ്ടേ? ഒന്ന് രസിക്കാത്തത്, അദ്ദേഹം അവിടെ ഒരു പ്രസംഗം നടത്തി. അതിലൊരു വാക്ക് അവർ കോട്ട് ചെയ്ത് ഞാൻ കണ്ടു. ആ വാക്ക് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ രാജ്യവും ലോകവും, കൺട്രി ആൻഡ് ഇന്ത്യയും രാജ്യവും ലോകവും ഇനി അങ്ങോട്ട് രാമനിൽ എന്താണ് ഇമ്മേഴ്സ്. അത് പറഞ്ഞിട്ടുണ്ട്. ലോകമാകെ രാമരസത്തിൽ മുഴുകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. രാമമയമാകുന്നു. ഒന്നാമത്തെ കാര്യം സാറേ, ഇതിന് കോമൺ സെൻസ് പോരെ. ഇപ്പോൾ എന്താ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞ വിധി അത്രയും കാലം ലിറ്റിഗേഷനുമായിട്ട് തർക്കവും വിതർക്കങ്ങളുമായി നടന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്ന മട്ടിലായല്ലോ. കാരണം ആ വിധി പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ: ശ്രീരാമൻ എന്ന ഭഗവാന്റെ ജന്മഭൂമി ഇതാണെങ്കിൽ, അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുള്ളപ്പോൾ അവരോട് തെളിവ് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. വിശ്വാസത്തെ ആദരിക്കേ വഴിയുള്ളൂ. ശ്രീരാമന്റെ ജന്മഭൂമി ഇതാണെങ്കിൽ അവിടെ ക്ഷേത്രമാണ് വേണ്ടത്. ഇനി തകർക്കപ്പെട്ട പള്ളി തകർത്ത് പട്ടാപ്പകൽ നടന്ന ക്രിമിനൽ കുറ്റമാണ്, നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ പള്ളിക്ക് പകരം മറ്റൊരു പള്ളി നിർമ്മിച്ചു കൊടുക്കണം, അത് ഇതിനേക്കാൾ നന്നായി നിർമ്മിക്കണം, അതിന് ഈ രാജ്യം മുൻകൈയെടുക്കും എന്നാണല്ലോ ഈ പറഞ്ഞത്. ഒരു കാര്യം ഓർത്തൂടെ സർ, മക്കത്തെ പള്ളിക്ക് ബദൽ വേറൊരു പള്ളി ഇല്ലല്ലോ. മക്കത്തെ പള്ളി, അത് സുപ്രീം കോടതി വിധിയും പറഞ്ഞിട്ടുണ്ട്, മക്കത്തെ പള്ളിക്ക് ബദൽ വേറെ പള്ളിയില്ല. അതെന്താണ് ഈ മന്ദബുദ്ധികളായ പാകിസ്ഥാൻ ഗവൺമെന്റിന് മനസ്സിലാവാത്തത്? എനിക്ക് മനസ്സിലായില്ല. പാകിസ്ഥാനിലെ ഈ പൊട്ടന്മാർക്ക് മനസ്സിലാകാത്ത വേറെ കാര്യമുണ്ട്. എത്രയോ ഗൾഫ് രാജ്യങ്ങളിൽ ക്ഷേത്രപ്പണി ധാരാളം വന്നല്ലോ. അധികം വേണ്ട, സൗദി അറേബ്യയിലും വരുമ്പോൾ ക്ഷേത്രങ്ങൾ, സൗദി അറേബ്യ അതിവേഗം മുന്നേറുകയാണ്. ഒരു തുറന്ന ആകാശത്തിലേക്ക് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജെറൂസലേമിലെ പള്ളി ക്രിസ്ത്യാനിക്കും ജൂതന്മാർക്കും ഒക്കെ പ്രിയപ്പെട്ടതാകുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ, ഒരു യേശുദേവന്റെ ജന്മസ്ഥലം എന്ന നിലയിൽ. അപ്പോൾ ഇങ്ങനെ കാണാൻ കഴിയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ പേരിൽ ഇവിടെ ന്യൂനപക്ഷ ധ്വംസനം ഉണ്ടാകുന്നത്, അതിന്റെ പേരിൽ ഇന്ത്യക്കാർ ന്യൂനപക്ഷ ധ്വംസനം ഉണ്ടെന്ന് അവിടുത്തെ അഹമ്മദീയകളോട് പറഞ്ഞാൽ എങ്ങനെയാ അല്ലേ? ഇന്ത്യയിൽ ന്യൂനപക്ഷ ധ്വംസനം ഉണ്ടെന്ന് അവിടുത്തെ ഹിന്ദുക്കളോട്, പാകിസ്ഥാനിലെ അഹമ്മദീയകളോട്, സിഖുകാരോട്. ആരെയാണ് ഇവർ കൊലപ്പെടുത്താത്തത്? ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാനിൽ നടന്ന ഭീകരമായ കൂട്ടക്കൊലയുടെ ഇരകളല്ലേ അഹമ്മദിയാക്കൾ? അവരിവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നില്ലേ? അവരെ കൊന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇവിടെ സുരക്ഷിതമായി വായി തോന്നിയതൊക്കെ പറഞ്ഞ് ചാനലും പത്രവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണല്ലോ ഇന്ത്യ. ഇവിടെ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുമായിട്ട് ഇപ്പോൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ നടന്ന ഒരു നീണ്ട ലിറ്റിഗേഷൻ, അല്ലെങ്കിൽ ഒരു സിവിൽ തർക്കമായിരുന്നു അത്. ആ തർക്കം ഇന്ത്യക്കാർ തമ്മിലുള്ള തർക്കമല്ലേ, അത് തീർക്കാനല്ലേ ഇവിടുത്തെ കോടതി അന്തിമമായി തീർപ്പ് കൽപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇക്ബാൽ അൻസാരി സാഹിബ് പറഞ്ഞു, തലേന്ന് വരെ ഈ കേസിന് വേണ്ടി സുപ്രീം കോടതി പോയ ഇക്ബാൽ അൻസാരി സാഹിബ് പറഞ്ഞു, എൻ്റെ നാടിൻ്റെ പരമോന്നത കോടതി വിധി പറഞ്ഞാൽ അതാണ് എൻ്റെ വിധി. എന്നിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ഓർമ്മയില്ലേ, ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പോയല്ലോ, അദ്ദേഹത്തെ ആദരിച്ചല്ലോ. ഇതാണ് ഇന്ത്യ. ഇന്ത്യക്കാരൻ ഇദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന് ചൊറിയാനായിട്ട് വേറൊരു കാരണമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, രാജ്നാഥ് സിംഗ് അടുത്തിടെ പറഞ്ഞല്ലോ, സിന്ധ്
ഇന്ത്യയിലേക്ക് താമസിയാതെ വരും എന്ന് പറഞ്ഞു. അത് ചൊറിയണ്ട. നമ്മുടെ സാംസ്കാരിക പൈതൃകം ശരിക്കിരിക്കുന്ന ഒരു സ്ഥലമാണ് സിന്ധു നദിയും ആ നാഗരികതയും. അല്ല, അത് മനസ്സിലാവണ്ടേ സാർ? അവർക്ക് വേണമെങ്കിൽ അവർക്ക് തക്ഷശിലയെ ആദരിച്ചുകൊണ്ട് വമ്പിച്ച എന്തെല്ലാം ചെയ്യാം. ഈ നളന്തയും തക്ഷശിലയും ഒന്ന് അവിടെയാണല്ലോ, വേണമെങ്കിൽ ആദരിക്കാം. സിന്ധു നദിയുടെ സംസ്കാരത്തെ അവർക്ക് മാനിക്കാം. അവരതിന് ലോകോത്തരമായ മോണുമെന്റുകൾ ഉണ്ടാക്കാം. നമ്മളിവിടെ പട്ടേലിന്റെ പ്രതിമ മുഴുവൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കാം. എല്ലാം ആക്കാലോ. നമ്മൾ നേപ്പാളിൽ പോകുന്ന പോലെ നമ്മൾ പാകിസ്ഥാനിലും പോയാൽ എന്തെങ്കിലും ഒന്ന് വളർന്നോ സാറേ? സംസ്കാരം വളർന്നോ? അവിടെ കല വളർന്നോ? അവിടെ സയൻസ് വളർന്നോ? ഏതെങ്കിലും ഒരു നോബൽ പ്രൈസ്? അവിടെ ആകെ വളർന്നത് ഭീകരത കറക്റ്റാണ്. എന്നിട്ട് അത് നട്ടു വളർത്തി അത് കയറ്റി അയക്കുക. അതുകൊണ്ട് ഇവിടുത്തെ നിരപരാധികളെ ഉപദ്രവിക്കുക, ഇവിടുത്തെ സമാധാനം കെടുത്തുക. അത് മാത്രം അറിയുന്ന ഒരു രാജ്യത്തിന് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അവരോട് രൺധീർ ജയ്സ്വാൾ പറഞ്ഞ മറുപടിയാണ്, അകത്തേക്ക് നോക്കൂ സഹോദര എന്ന മറുപടിയാണ്. നിങ്ങൾ നിങ്ങളുടെ അകത്തേക്ക്, പാകിസ്ഥാന്റെ അകത്തേക്ക് നോക്കുക, മനസ്സിനകത്തേക്ക് നോക്കുക, ഹൃദയവിശാലത. ഇപ്പോൾ ഇന്ത്യയുടെ സംസ്കാരത്തെ രാജ്യം അംഗീകരിക്കുന്നു, ലോകം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാമന്റെ ധർമ്മത്തെ അംഗീകരിക്കുന്നു എന്നാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സാംസ്കാരികമായ ദർശനത്തെ അംഗീകരിക്കുന്നു എന്നാണ്. അതൊക്കെ മനസ്സിലാവാത്തതിന്റെ കുഴപ്പമാണ് സർ. മന്ദബുദ്ധികളോട് പൊറുക്കുക എന്നല്ലാതെ ഇതിനകത്തൊന്നും പറയാനില്ല. അദ്ദേഹം ഞങ്ങളുടെയും കൂടി മറ്റേ ആചാര്യനാണ് ശ്രീരാമൻ അതല്ലേ പറയേണ്ടത്? മനസ്സിലാവില്ല. ഇന്ത്യക്കൊരു അഭിനന്ദനം, നരേന്ദ്രമോദിക്ക് ഒരു അഭിനന്ദന കത്തയക്കുക പാകിസ്ഥാൻ പ്രസിഡന്റ്. പിന്നെ മാത്രമല്ല, അവർ ഈ അയോധ്യ മന്ദിരം തകർക്കാനായിട്ട് ചില ഡോക്ടർമാരുടെ കയ്യിലൊക്കെ ബോംബ് ഏൽപ്പിച്ചിരുന്നു, സൂട്ട് കേസിലൊക്കെ ബോംബ്. അതാണല്ലോ ഉദ്ദേശിച്ചിരുന്നത്. വൈറ്റ് കോളർ ഗാങ്. കാശിയും ഉണ്ടായിരുന്നു, അയോധ്യ ഉണ്ടായിരുന്നു. അവര് പിടിയിലായി. കാരണം അവരെയൊക്കെ അകത്താക്കി നമ്മൾ കൊടി ഉയർത്തി. അതിലുള്ള സങ്കടവും വിലാപം കൂടി ആയിരിക്കണം ഈ പറഞ്ഞത്. അത് അങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ. ഈ കഴുതക്കാമം എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ കാമം അങ്ങനെ കരഞ്ഞു തീർക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇന്ത്യയുടെ വഴിക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ കൊടി അവിടെ പറക്കും. ഇന്ത്യ പറക്കുമല്ലോ, പറക്കുകയും വേണം. അതിപ്പോ പ്രത്യേകിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു 75 കൊല്ലത്തെയെങ്കിലും സമാധാനത്തിന്റെ പാതയിലുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇന്ത്യയുടെ ആയുസ് കൊണ്ട് നേടിയെടുത്ത ഒരു സമാധാനത്തിന്റെ കൊടിയാണ്. അത് അവിടെ പറക്കട്ടെ എന്നേ. അത് മാത്രമല്ല, സമീപകാലത്ത് വന്ന വാർത്ത വെച്ച് ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ഏറ്റവും കൂടുതൽ ഫുട്ഫോൾ ഉണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഫുട്ഫോൾ ഉണ്ടായിരുന്നത് ആഗ്രയിലെ താജ്മഹലിലാണ്. മാത്രമല്ല, മുനീറിന് ഈ ബോംബ് ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്കൊക്കെ കുറച്ച് സമയം കിട്ടുമെങ്കിൽ ഈ അയോധ്യ ക്ഷേത്രത്തിൽ അതെ. അസീം മുനീറിന് സ്വാഗതം എന്ന് പറയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. നമ്മൾ അവരുടെ ഭാഷയിൽ സംസാരിക്കുകയല്ലല്ലോ വേണ്ടത്. തീർച്ചയായിട്ടും അവരോട് സഹതപിക്കുകയും ഇന്ത്യയെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ്. ആ കൊടി അവിടെ പറക്കട്ടെ. നല്ല ബുദ്ധി തോന്നുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വന്നിട്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ കാണാൻ വരുന്ന എല്ലാ മനുഷ്യനും തീർച്ചയായിട്ടും അയോധ്യയിൽ വന്ന് കാണേണ്ടി വരും. താജ്മഹലിനേക്കാൾ ആളുകൾ ഇപ്പോൾ വിലമതിക്കുന്നത്, ടൂറിസ്റ്റുകൾ വരുന്നത് അവിടെയാണ്. ഒരു രാജ്യം മുന്നോട്ട് പോകുമ്പോൾ, ആകാശം മുഴുക്കി അതിൻ്റെ കീർത്തി വളരുമ്പോൾ ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടേ ഓരിയിട്ടുകൊണ്ടേയിരിക്കും ചിലർ. അത് അവരുടെ യോഗമാണ്, ദുര്യോഗമാണ് അവരുടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.